ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളത് പറയുന്നത് നമ്മുടെ പി എസ് സി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ ലിസ്റ്റിനെ കുറിച്ചാണ്. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലിസ്റ്റിൽ 2172 പേര്, ഏകദേശം എത്രയാണ്, 2178 പേര് ആ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 1510 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 668 പേരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 2232 പേരുണ്ടായിരുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഇത്തവണ എത്രയേ ഉള്ളൂ, 2178 പേര് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഫിസിക്കലെല്ലാം കഴിഞ്ഞപ്പോൾ ടോട്ടൽ എത്രയും മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് 806 പേരാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതേപോലെ ഇവിടെയും ഫിസിക്കൽ കഴിയുമ്പോൾ ഒരുപാട് പേര് കുറഞ്ഞു പോകും. ഫിസിക്കലും അതേപോലെ തന്നെ സ്വിമ്മിങ് ടെസ്റ്റും എല്ലാ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഈ ലിസ്റ്റ് നിന്നാണ് പിന്നെയും ചുരുങ്ങും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ 60-ന് മേളിലായിരുന്നു കട്ട് ഓഫ്. ഇത്തവണ 57.33 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റിൽ നിന്ന് അതിൻ്റെ കാലാവധി ഈ കഴിഞ്ഞ മാസം 2024 മെയ് 23 കാലാവധി കഴിഞ്ഞിരുന്നു. ആ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ ഷോർട്ട് ലിസ്റ്റിൽ 2232 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അതിന് ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ ടോട്ടൽ എത്രയായി, 806 പേരാണ് ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ നിന്നും നിയമനം നടത്തിയിട്ടുള്ളത് 674 പേർക്കാണ് നിയമനം നടത്തിയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 646 വരെ പോയിരുന്നു. മുസ്ലിം 679 വരെയും, LC സപ്ലിമെൻ്ററിയിൽ നിന്ന് സപ്ലി ലിസ്റ്റിൽ നിന്ന് 9 പേരും, SC-കാർ സപ്ലി ലിസ്റ്റിൽ നിന്ന് 12 പേരും, ST-കാർ സപ്ലി ലിസ്റ്റിൽ നിന്നും 14 പേരും ഉൾപ്പെട്ട് അവർക്ക് അഡ്വൈസ് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇത്തവണത്തെ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 57.33. കഴിഞ്ഞ പ്രാവശ്യം 60 സംതിങ് ആയിരുന്നു. ഇത്തവണ വന്നിരിക്കുന്ന 57.33. മെയിൻ ലിസ്റ്റിൽ 1510 പേരേ ഉള്ളൂ. സപ്ലി ലിസ്റ്റിൽ 668 പേരുണ്ട്. അങ്ങനെ ടോട്ടൽ 2178 പേര് കേട്ടോ. ഇങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഫയർമാൻ തസ്തികയിലേക്കുള്ള ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലില്ല. കാരണം കഴിഞ്ഞ 23 തീയതി, മെയ് 23 ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി, മുമ്പുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിച്ചിരുന്നു. അതിൽ നിന്നും നിയമനം നടത്തിയിട്ടുള്ളത് ജസ്റ്റ് 674 പേർക്ക് മാത്രമാണ് നിയമനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞുകൊണ്ട് പുതിയ റാങ്ക് ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ടെസ്റ്റ് വളരെ വൈകാതെ തന്നെ ഫിസിക്കലും അതേപോലെ തന്നെ നീന്തലും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ഒരു 3 മാസം, ചിലപ്പോൾ 3 മാസത്തിനുള്ളിൽ ഈ പറയുന്ന ഫിസിക്കൽ ഉണ്ടാവും, നീന്തൽ ടെസ്റ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ഓഫ് നമ്മൾ കണ്ടു 57.33. ഏകദേശം ഇതേ ലെവലിൽ തന്നെയാണ് മിക്ക ഫയർമാൻ എക്സാമുകളുടെയും സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ ഈ ലെവലിൽ തന്നെയാണ് കട്ട് ഓഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിയമനവും ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പോലെ തന്നെ 674 പേരെയാണ് നിയമിച്ചിരുന്നത്. ഏകദേശം അതേപോലെ തന്നെ ആയിരിക്കും ഇത്തവണയും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമിക്കാനുള്ള സാധ്യത. 500-ന് മേളിൽ എന്തായാലും നിയമനം ഉണ്ടാകും. ഫയർമാൻ്റെ തസ്തികയിലേക്ക് എന്തായാലും 500-ന് മേളിൽ നിയമനം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഫിസിക്കൽ അറിയാൻ പാടില്ലാത്ത, അതായത് ഫിസിക്കൽ പ്രാക്ടീസ് ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഫിസിക്കലൊക്കെ പ്രാക്ടീസ് തുടങ്ങുക. നീന്തൽ അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം നീന്തലൊക്കെ പഠിച്ച് എല്ലാം സെറ്റാക്കി വെക്കുക. കൂടിപ്പോയാൽ 3 മാസത്തിനുള്ളിൽ ഫിസിക്കലും അതേപോലെ തന്നെ നീന്തൽ ടെസ്റ്റും എല്ലാം ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നീന്തലും എല്ലാം കിട്ടട്ടെ. അടുത്ത പരീക്ഷ, ഈ പറയുന്ന ഫയർമാൻ തസ്തികയിലേക്കുള്ള പരീക്ഷ വാർഷികാടിസ്ഥാനത്തിൽ നടക്കുന്നതാണ്. ഈ ഒരു ഫിസിക്കൽ നടന്ന റാങ്ക് ലിസ്റ്റ് ഒരു ഡിസംബറോടുകൂടി അല്ലെങ്കിൽ വരികയാണെങ്കിൽ ഡിസംബറോടുകൂടി വരികയാണെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ വൈകാതെ തന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ ഇടം പിടിക്കാൻ സാധിക്കാത്ത പോയവർ എന്ത് ചെയ്യുക, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്യുക, വളരെ നന്നായിട്ട് പഠിക്കുക. കട്ട് ഓഫ് കണ്ടില്ലേ, ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് കട്ട് ഓഫ് വരുന്നത്. നമ്മളെ കട്ട് ഓഫ് കടക്കാനല്ല നോക്കേണ്ടത്, കട്ട് ഓഫിന് മേളിൽ നല്ല മാർക്ക് മേടിച്ച് നല്ല റാങ്കിൽ വരാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്